നോക്കട്ടെ. രാമൻകുട്ടി, ആരാ മുത്തേ അത്? എനിക്കറിയത്തില്ല. ചെറിയമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും പണി കൊടുക്കാൻ രാമൻകുട്ടിയെ വിളിക്കാന്ന്. ആരെങ്കിലും ചെറിയമ്മയെ ദ്രോഹിച്ചാല് ചെറിയമ്മ രാമൻകുട്ടിയെ വിളിച്ചു പറയും. അയ്യോ, എന്നിട്ട് അയാള് അവരുടെ കയ്യോ കാലോ ഒക്കെ അടിച്ചൊടിക്കും. അതാ അയാളുടെ ജോലി. മുത്തേ, ഇങ്ങോട്ടെന്തിനാ അവരയാളെ വിളിക്കുന്നേ? വരട്ടെ പാറു, രാമൻകുട്ടി ജീവനും കൊണ്ടോടും. ഞമ്മക്ക് അല്ലെങ്കിൽ ഓടിക്കണം. വിളിക്ക് മമ്മി, പെട്ടെന്ന് വിളിക്ക്. ഇയാളെന്താ ഒരാവശ്യത്തിന് വിളിച്ച ഫോൺ എടുക്കത്തില്ല? അടിച്ചു നോക്കും മമ്മി, എടുക്കും. അയാള് എവിടെയെങ്കിലും പോയി കാണും ഫോൺ വെച്ചിട്ട്. ഹലോ രാമൻകുട്ടി. എന്ത് പറ്റി മാഡം? എനിക്ക് രാമൻകുട്ടിയുടെ ഒരു സഹായം ആവശ്യമുണ്ടായിരുന്നു. എന്ത് സഹായമാണ് മാഡം? എന്താണെങ്കിലും പറഞ്ഞോളൂ. രാമൻകുട്ടി ഉടനെ തന്നെ ഞാൻ നിൽക്കുന്നിടത്തേക്ക് വരണം. സുൽഫിക്കറെ, കേട്ടില്ലേ? ചെറിയമ്മ എന്ത് തീരുമാനിച്ചിട്ടുണ്ട്? എന്ത് തീരുമാനിക്കാൻ? നമുക്കിട്ടുള്ള പണി തന്നെയാവും അത്. രാമൻകുട്ടിയോ മണിക്കുട്ടിയോ ഏതെങ്കിലും ഒരു കുട്ടി ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് നോക്കാന്ന്. അപ്പൊ ശരി, പറഞ്ഞതുപോലെ. എന്തിനാ എന്തിനാ ഈ ചെറിയമ്മ നമ്മളെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെറിയമ്മയോട് ചെയ്തത്? ആ നാശം പിടിച്ച പെണ്ണിനെ ഇന്ന് തന്നെ ഒഴിവാക്കി തരും രാമൻകുട്ടി. അവന് അതിനൊക്കെ കേമനാ. മമ്മി, എന്താ മമ്മി പ്ലാൻ? അവൻ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അയ്യോ പാറു, എന്നെ തന്നെയാവും പറയുന്നത്. ഇതൊന്ന് പേടിക്കാതിരിക്കും മുത്തേ, ഞങ്ങളൊക്കെ ഇല്ലേ എന്റെ ഒപ്പം. പാറുക്കുട്ടി എപ്പോഴും മുത്തിന്റെ കൂടെ തന്നെ വേണം. മമ്മി, എനിക്കൊരു ഐസ്ക്രീം കൂടി വേണം. അതിന് ആ പെണ്ണ് ഇവിടെ ഇല്ലല്ലോ. ഡുണ്ടു, ആ പാറുക്കുട്ടി എവിടെ? അവിടെ ഉണ്ടാവും അവള്. നീ പോയി അവൾ വിളിച്ചിട്ട് പറഞ്ഞുണ്ടോ, എനിക്ക് ഐസ്ക്രീം തിന്നണം. ഞാൻ പോയി നോക്കട്ടെ പണിക്കുട്ടി. അയ്യോ പാറു, നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം. അല്ലെങ്കിൽ നമ്മളെല്ലാം കേട്ടെന്ന് അവർക്ക് മനസ്സിലാവും. ശരിയാ? അത് പൊട്ടും. ഇമ്മ, ഇങ്ങനെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടല്ലേ? കുട്ടി കൂടി പറയണോ അയിമ കേറണ്ടാന്ന്? എനിക്ക് ഇന്നോട് അസൂയാണ്. ഞാൻ ഈ പ്രായത്തിൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ടല്ലോ. എന്നിട്ട് കജ്ജുകാല കേടുന്ന ഞാൻ തന്നെ വേണ്ടിവരും നോക്കാന്. മനസ്സിലായി കാര്യത്തിന് ഇറങ്ങുമ്പോ ഒരു നല്ല വാക്ക് പറഞ്ഞൂടെ എനക്ക്? താങ്ക് യു ടീച്ചറെ. വാ കേറ്. അയ്യേ, താങ്ക് യു ടീച്ചർക്ക് പേടിയാ. പേടിയൊന്നുമില്ല കുട്ടി, പക്ഷേ ചെറിയൊരു ഭയം. എന്ത് ഭയം? നല്ല രസമുണ്ട് താങ്ക് യു ടീച്ചറെ. വേണമെങ്കിൽ കേറിക്കോളി, ഇനി കുട്ടികളൊക്കെ വരുമ്പോക്കിനും. ജമീല, നീല ഇന്ന് രണ്ടാളാണെന്നാ നിന്നോ പിറ്റത്തടിച്ചായിട്ട്. ഒന്നും ചെയ്യണ്ട. ഞങ്ങൾക്കൊന്നും വയ്യേ ഈ പ്രായത്തിൽ ഇനി വീണിട്ട് കയ്യും കാലും ഒടിക്കാന്. കണ്ടോ, എന്ത് പറഞ്ഞാലും നെഗറ്റീവ്. ഒരു പോസിറ്റീവായിട്ട് എടുത്തോടെ ഇങ്ങക്ക്. ഇമ്മ, അത് കുട്ടികൾക്ക് ഇരിക്കാനുള്ളതാണ്. ഒരു കണ്ടും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോ ആട്ടി വിടും ഇവിടുന്ന്. ഇനി ആരും ആട്ടി വിടൂല.
എന്താ പറ? മണിക്കുട്ടി, ദുണ്ടുമോളും ഇപ്പൊ ഇതിലേക്ക് കടന്നോടുന്ന കാണാം എനിക്ക്. എടാ സുൽഫിക്കരെ, നീ എന്താ ചെയ്തേ? കാണാൻ പോണ പൂരം പന്നറിയിപ്പിച്ചണ പാറക്കുട്ടിയെ. മമ്മി, അവളെ എന്താ കാണുന്നില്ലല്ലോ? ഇത്ര നേരമായി അവളൊരു ഐസ്ക്രീമിൽ പോയിട്ട്. എന്താ മോളു, നീ വന്നത് വെറും ഐസ്ക്രീം തിന്നാനാണോ? എന്നാൽ എത്ര നേരമായി മമ്മി ഞാൻ കാത്തു നിൽക്കുക. അല്ല മോളു, ഇത് എത്രാമത്തെയാന്ന് വല്ല ഓർമ്മയുണ്ടോ നിനക്ക്? മമ്മി, ഞാൻ ഇപ്പോഴൊന്നും കഴിക്കാറില്ലല്ലോ. അതാടി വരുന്നു നിന്റെ മുത്ത്. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായി ഐസ്ക്രീം കഴിക്കാൻ കാത്തു നിൽക്കുന്നു. മണിക്കുട്ടി, അവിടെ ഭയങ്കര തിരക്ക്. എന്നിട്ട് തന്നെ ഞാൻ തിക്കി തിരക്കിയാ പോയി വാങ്ങിയത്. ഓഹോ, മേഡം തിക്കി തിരക്കിയൊക്കെ നിന്നാണോ വാങ്ങിയത്? അതിനിപ്പോ നിന്റെ കയ്യും കാലും ഒക്കെ പിടിച്ച് എല്ലാവരും ഒഴിഞ്ഞു തരണോ? വേണ്ട ചെറിയമ്മേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നേരം കഴിഞ്ഞില്ലേ, അതുകൊണ്ടാ. അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ ഇപ്പൊ വർത്താനം പറഞ്ഞ് ആ ഐസ്ക്രീമിലോട്ട് തുപ്പാൻ തെറിപ്പിക്കാതെ ആ കുട്ടികളുടെ കയ്യിൽ കൊടുക്കടി. ഇത് നല്ല വൃത്തിയൊക്കെ ഉള്ള കടയിൽ നിന്നാണോ നീ വാങ്ങിയത്? ഞാൻ നേരത്തെ വാങ്ങിയില്ല ചെറിയമ്മേ, അവിടെ നിന്ന് തന്നെയാ. ഇവിടെ നല്ല തിരക്കുണ്ട്. ദേ, നീ എവിടെ പോവാ? ഞാൻ അപ്പുറത്ത് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്, അവരുടെ കൂടെ പോയിക്കോട്ടെ ചെറിയമ്മേ. അപ്പെന്താ ഈ രണ്ടാളും നിൽക്കുന്നത് കുട്ടികളല്ലേ? ഇവര് വൃദ്ധരാണോ? ഞാനിവിടെ നിന്നോളാം. ഇങ്ങനെ തന്നെ അല്ലടി നീ നേരത്തെ പറഞ്ഞത്. എന്നിട്ട് നീ എന്തിനാ പോയേ ഇവിടെ നിന്നും? അത് കുട്ടികൾ വിളിച്ചപ്പോ ഞാൻ പോയെന്നേ ഉള്ളൂ ചെറിയമ്മേ, ഇനി പോകുന്നില്ല. വൗ, മമ്മി, നല്ല ടേസ്റ്റ് ഉണ്ട്. മമ്മിക്ക് വേണോ? വേണ്ട മോളു, നീ കഴിച്ചേക്ക്. നേരത്തെ ഞാൻ കുറെ കഴിച്ചില്ലേ, ഇനി ആവശ്യമില്ല. ദേ, നീ ഇങ്ങോട്ട് തിരിഞ്ഞ് ഈ കൊച്ചുങ്ങളെ നോക്കി നിന്നിട്ട് അവറ്റകൾക്ക് വയറുവേദന വരുമോ? എന്നാ ഞാൻ അപ്പുറത്തേക്ക് പോയിക്കോളാം ചെറിയമ്മേ, അവര് കഴിച്ചോട്ടെ. ഞാൻ നോക്കി നിന്നാലല്ലേ കുഴപ്പമുള്ളൂ. നീ ഇപ്പൊ തൽക്കാലം അപ്പുറത്തേക്ക് പോകണ്ട, അങ്ങോട്ട് തിരിഞ്ഞ് നിന്നാ മതി ഇവിടെ തന്നെ. മനസ്സിലായോ? എന്നാ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കടി. കുട്ടികളെ, നിങ്ങൾ പറ, ഈ ചെറിയമ്മ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്റെ അച്ഛൻ എന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടല്ലേ? എന്റെ അമ്മയും